മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് മതേതരത്തിന്റെ മൊത്ത കച്ചവടക്കാരായ CPM-ഉം മുസ്ലിം ലീഗും വീണ്ടും ഇരട്ടത്താപ്പിന്റെ ആയുധങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇത്തവണ അവരുടെ ലക്ഷ്യം ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണനാണ്. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? കഴിഞ്ഞ 50 വർഷമായി ഗുരുവായൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചവരുടെ ലിസ്റ്റ് പുറത്തുവിട്ടതോ? 1977 മുതൽ ഇന്ന് വരെ 45% ഹൈന്ദവ വോട്ടർമാരുള്ള ഗുരുവായൂരിൽ എന്തുകൊണ്ട് ഒരു ഹിന്ദു MLA ഉണ്ടായില്ല എന്ന ചോദ്യം ഉന്നയിച്ചതാണോ? ആ സത്യം വിളിച്ചു പറയുന്നതാണോ വർഗീയത? അതോ 50 വർഷമായി ഒരു വിഭാഗത്തെ മാത്രം മണ്ഡലത്തിൽ വാഴിക്കുന്നതാണോ യഥാർത്ഥ വർഗീയത? ഗോപാലകൃഷ്ണൻ സത്യം പറഞ്ഞപ്പോൾ ഉടനെ ഒഴുകി വന്നു CPM-ന്റെയും ലീഗിന്റെയും പരാതി പ്രവാഹം. അദ്ദേഹം മതേതരത്വം തകർക്കുന്നു പോലും. ഗുരുവായൂരപ്പനെ തൊഴാൻ ഒരു കുല കദളിപ്പഴവുമായി പോയ B. ഗോപാലകൃഷ്ണന്റെ ചിത്രം കണ്ട് വിരളി പിടിച്ചവരോടാണ് ചോദിക്കാനുള്ളത്. ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളെയും അവരുടെ പ്രാതിനിധ്യത്തെയും കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ് കുറ്റമാകുന്നത്? മറ്റാർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകാൻ കഴിയില്ലല്ലോ എന്ന ഗോപാലകൃഷ്ണന്റെ പരിഹാസം കൃത്യമായ രാഷ്ട്രീയമാണ്. മതേതരത്വത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് ഹൈന്ദവ വിശ്വാസങ്ങളെ ചവിട്ടി മെതിക്കുന്നവർക്ക് ഇതൊരു തിരിച്ചടി തന്നെയാണ്. ഇത്രയും കാലം ഒരു ജനതയെ വിഡ്ഢികളാക്കിയവർക്ക് ഇന്ന് ഗോപാലകൃഷ്ണൻ ഉയർത്തിയ ഫ്ലെക്സ് ബോർഡുകൾ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. മാറിയില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇനി നമുക്ക് മതേതരത്വം പ്രസംഗിക്കുന്ന ലീഗ് നേതാക്കളിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം കാസർഗോഡ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരിനെതിരെ ആയിഷ ഫർസാന ഇതുപോലെ ഒരു വർഗീയത പച്ചയ്ക്ക് പടച്ചുവിട്ടു. കപട വിശ്വാസിയുടെ പണിയെടുക്കുന്നവൻ എന്നാണ് ഷാനവാസിനെ ആയിഷ ഫർസാന കുറ്റപ്പെടുത്തിയത്. മുള്ളേരിയയിലെ UDF കുടുംബയോഗത്തിലെ പ്രസംഗത്തിനിടെയായിരുന്നു പ്രതികരണം. ഇതുവരെ BJPക്കും BJPയിലെ ചില സ്ഥാനാർത്ഥികൾക്കുമെതിരെ വർഗീയതയുടെ കാർഡെടുത്ത് കളിക്കുകയായിരുന്നു മുസ്ലിം ലീഗ്. പക്ഷേ ഇപ്പോൾ ലീഗിന് വിശദീകരണം നൽകാനാവാത്ത പ്രതിസന്ധിയാണ് അവസാന നിമിഷം ഈ ഒരു പ്രസ്താവനയിലൂടെ ആയിഷ ഫർസാന ഉണ്ടാക്കിയത്. അതുപോലെ പേരാമ്പ്രയിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിക്കെതിരെ വർഗീയ ആരോപണം ഉയർത്തുന്നത് BJP അല്ല, LDF ആണ്. അവിടുത്തെ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണനാണ്. നമ്മുടെ വോട്ട് നമ്മുടെ സമുദായത്തിലെ കുട്ടിക്ക് എന്ന് വരെ മുസ്ലിം ലീഗ് ഫാത്തിമയ്ക്ക് വേണ്ടി മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയതായി പറയുന്നു. ഇതിനു പുറമെ തീവ്ര ഇസ്ലാമിക വാദം പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഫാത്തിമ രഹസ്യമായി നടത്തിയ നീക്കം മാധ്യമപ്രവർത്തകർ മണത്തറിയുകയും അത് വാർത്തയാകുകയും ചെയ്തു. അതോടെ അതുവരെ ഓടി നടന്നിരുന്ന ഫാത്തിമ തെഹ്ലിയ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഈ പ്രചാരണ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. അപ്പോൾ ഗോപാലകൃഷ്ണനെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കൾ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ഒളിഞ്ഞുള്ള ഈ ആരോപണം വർഗീയമാണെന്ന് അംഗീകരിക്കുന്നില്ല? എന്തുകൊണ്ടാണ് CPM ആയിഷ ഫർസാനയ്ക്കെതിരെയും ഫാത്തിമ തെഹ്ലിയക്കെതിരെയും കേസെടുക്കാൻ മുതിരുന്നില്ല? സമുദായം തിരിഞ്ഞ് വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന ആയിഷ ഫർസാനയുടെ പ്രസ്താവന മതേതരമാണോ CPM? കാസർഗോഡ് LDF സ്ഥാനാർത്ഥിയെ കപട വിശ്വാസി എന്ന് വിളിച്ചാക്ഷേപിച്ച ലീഗ് നേതാവിന്റെ നാവ് എവിടെ പോയി? ലീഗിന്റെ ഈ പച്ചയായ വർഗീയ പ്രീണനത്തിന് CPM കുട പിടിച്ചു കൊടുക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ലേ? B. ഗോപാലകൃഷ്ണൻ ഉന്നയിച്ചത് ഒരു മണ്ഡലത്തിന്റെ നീതിയാണ്. പക്ഷേ ആയിഷ ഫർസാനയും ഫാത്തിമ തെഹ്ലിയും പറയുന്നത് സമുദായ രാഷ്ട്രീയമാണ്. ഇതിൽ ആരാണ് വർഗീയവാദി? ഇത് ജനങ്ങൾക്കറിയാം. BJP സ്ഥാനാർത്ഥികൾക്കെതിരെ കേസെടുക്കാൻ മത്സരിക്കുന്ന പോലീസ് ലീഗ് നേതാക്കളുടെ പ്രസംഗത്തിന് മുൻപിൽ കണ്ണടയ്ക്കുന്നത് ആരെ ഭയന്നാണ്? കേരളത്തിലെ വോട്ടർമാർ കാണുന്നുണ്ട് ഈ ഇരട്ടത്താപ്പ്. ഗുരുവായൂരപ്പന്റെ മണ്ണിൽ ഇത്തവണ മാറ്റമുറപ്പാണ്. വർഗീയതയുടെയും പ്രീണനത്തിന്റെയും കോട്ടകൾ തകർത്ത് താമര വിരിയുക തന്നെ ചെയ്യും. മറുപടി ജനങ്ങൾ നൽകും.